ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, റെഡിയായി നിൽക്കുവാണ്. നമ്മളിന്ന് സെക്കൻഡ് ഹോമിലേക്ക് പോകുന്നു, പെരപ്പംകോട്ട്. ഇന്ന് പെരപ്പംകോട്ടിലൊരു ഉത്സവമുണ്ട്, തെന്നൂർ കോവിലിലെ ഉത്സവമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമ്മയും പൊട്ടിച്ചിട്ടും എല്ലാം അവിടെയുണ്ട്, പൂച്ചേട്ടനും ഒക്കെ അവിടെയുണ്ട്. ഞാനും അനുക്കുട്ടിയുടെ കസിൻ സന്ധ്യ, പിന്നെ നമ്മുടെ സരസ്വതി മോൾ എല്ലാവരും കൂടി പോകുന്നു. ഓക്കെ, ഇപ്പോൾ വൈകുന്നേരം സമയമായി ഏകദേശം. അപ്പോൾ ഒന്ന് സ്പീഡപ്പ് ചെയ്യാണ്. തെന്നൂർ കോവിലിലേക്കുള്ള തേർവിളക്കിനുള്ള കാര്യങ്ങളാണ്. അത് ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജ് എത്തി. അപ്പോൾ ഇവിടുത്തെ ബോച്ചൻ്റെ ഫാമിലി കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള, ഇവിടുത്തെ സാധാരണ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. കുടുംബത്തിലെ ഇതെല്ലാം വാഴപ്പോളയിലാണ് ചെയ്യുന്നത്. വാഴപ്പോള ഫ്രെയിം എന്താണ്? ഫ്രെയിം അടയ്ക്കാൻ പറ്റത്തിൻ്റെ കമുകിന്റെ തടി വെച്ചിട്ടുള്ള ഫ്രെയിമും അതിന്റെ ചുറ്റും വാഴപ്പോള കൊണ്ടിങ്ങനെ കെട്ടി. ഇത് വലിയൊരു ആർട്ട് വർക്കാണ് കേട്ടോ. അതിനെ അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പേർട്സ് ആണ് ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഫിനിഷ് ആയതാ അല്ലേ? ഇത് ഫിനിഷ് ആയിട്ട് മേളിലേ തെങ്ങിൻ പൂക്കുല, പിന്നെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് ഇത് ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് ഇതിങ്ങനെ അലങ്കരിച്ചിട്ട് ഇതാണ് പ്രൊസഷനായിട്ട് കൊണ്ടുപോകണം. ഇത് മെയിൻ നേർച്ചക്കാരിയാണ് തേർവിളക്ക്. ഇത് 8 ഇന്ന് 8. അപ്പോൾ കുറേ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫിനിഷ് ചെയ്ത് വരുന്നു. 5 ഫിനിഷായി. 1 2 3 4 ഏകദേശം. ഇത് കുറേ ദിവസം മുന്നേ ഇതിന്റെ ഫ്രെയിം വർക്ക് തൊട്ട് തുടങ്ങുന്ന ജോലിയാന്നാ പറയുന്നത്. ഒരാഴ്ച അല്ലേ? ഒരാഴ്ച മുന്നേ തുടങ്ങും. 2 ആഴ്ചക്ക് മുമ്പ് കമുക് മുറിച്ച് ഒന്ന് വാടാൻ വെയിലത്തിടും, പൊളന്ന് വെയിലത്തിടും. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ എടുത്തിട്ട് ഫ്രെയിം ആക്കും. ഓക്കെ, അത് ഏത് ഒരാഴ്ച വെള്ളത്തിൽ ഇടുന്നേ? അല്ല, വെയിലത്തിടുന്നേ. അതേതാ? മറ്റേ ഇതിന്റെ കമുകിന്റെ ഇത് തടിയുടെ കഷ്ണം എടുത്തിട്ട് മുറിച്ച് ഒരാഴ്ച വെയിലത്തിട്ട് ഒന്ന് പദം വരാനായിട്ട്, വാടാനായിട്ട്, എന്നിട്ടാണ് ഫ്രെയിം ആക്കുന്നത്. ഇത്രയും വാഴയൊക്കെ ഇവിടെ നിന്ന് കിട്ടി. വാഴപ്പോള എടുത്ത് ആണല്ലേ? അത് വേണം, അതെല്ലാം ചെയ്യും. തെങ്ങും പൂക്കല, കുരുത്തോല. അതെ, കുരുത്തോലയുടെ എടുത്തതിന്റെ കുറെ സാധനങ്ങൾ കണ്ടോ? 7 മൂട് തെങ്ങിന്റെ കുരുത്തോല. ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിക്കുന്നത്? അയ്യോ, സംഭവിച്ചു. ആളുണ്ട്, എല്ലാത്തിനും ആളുണ്ട്. ഇതെല്ലാം എല്ലാ വാഴപ്പോള എടുത്തതിന്റെ വാഴയുടെ ബാക്കി. അത് ശരി, അത് പ്രത്യേകം പറയണം. അനിയാണ് ഇത് വെളുക്കുന്നവരെ ചുമന്നത്. വാഴപ്പോള കൊണ്ടുവന്നത്. ഒരുപാട് വാഴ. എത്ര വാഴ കൊണ്ടുവന്നു? 30 വാഴ എടുത്തു അല്ലേ? അതിന്റെയാണ് ഈ കാണുന്നതെല്ലാം. ഇത് നമുക്ക് കറി വയ്ക്കാനുള്ള എന്തെങ്കിലും കിട്ടുമോ? വാഴപ്പിണ്ടി. നമ്മുടെ ഫാം ഹൗസിൻ്റെ പരിസര പ്രദേശങ്ങളാണ് ഞാൻ. ഈവനിങ് ടൈം ഈ ചെടികളൊക്കെ വാടി നിൽക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഉറങ്ങും. റബ്ബറൊക്കെ ഉറങ്ങി.
എല്ലാത്തിനും ഒരു വാടലാണ് ഈവനിങ് ടൈം. ഇവരെല്ലാം ദ്രുതഗതിയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നല്ല രീതിയിൽ പണി അവിടെ പുരോഗമിക്കുന്നു നല്ലതായിട്ട്. ഇതിൻ്റെ എക്സ്പേർട്സാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ആർട്ട് വർക്ക് തന്നെയാണ്. ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ല, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് ഈ തേർവിളക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ എല്ലാ വർഷവും ഉള്ളതാണ്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഓക്കെ, ഇന്നലെ രാവിലെ മുതൽ എത്ര പേരാണ്? രാത്രിയും പകലും വരുന്നത് ഇന്നലെ മുതൽ എത്ര പേര്? 4 പേര് അല്ലേ? 3 പേരും അനിയും കൂടെ ചേർത്ത് 4 പേര്. ഓക്കെ, അനിയാണ് ഇതിലേറ്റവും മെയിൻ. അതെ മനസ്സിലായി. ഇതെങ്ങനെ ഇതുണ്ടാക്കിയത്? ഇതിനകത്ത് നൂല് പോലെ നിങ്ങൾ കൊരുത്തതാണോ? സൂചി നൂല് വെച്ചിട്ടല്ലേ? സൂചി വെച്ചിട്ട് ഇതിങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ഇതാണോ? പ്ലാസ്റ്റിക് നൂലുണ്ട്. അതിങ്ങനെ കൊരുത്ത് വെച്ചിട്ട് അതിലേക്കാണ് ഇതിങ്ങനെ ഫിക്സ് ചെയ്യുന്നത്. കുരുത്തോല ഇനി ഈ സൈഡിലൊക്കെ ചെയ്യുന്ന കാണിച്ചു തരാം. എന്ത് ഭംഗിയായിട്ട് ചെയ്യുന്നു ഇതെല്ലാം ഒരു പുതിയ അനുഭവമാണ്. ഓരോ ദേശത്തും ഓരോ രീതിയിലുള്ള ഉത്സവങ്ങൾ, ഓരോ ആചാരങ്ങൾ, കസ്റ്റംസ് എല്ലാം ഡിഫറെൻറ്റ്. ഇവിടുത്തെ തെന്നൂർ കോവിലിൽ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു നേർച്ച പോലെ ചെയ്യുന്ന വഴിപാട്, തേർവിളക്ക്. ഇത് ആനയ്ക്ക് പകരമാണോ? ഓ അത് ശരി, ആനയില്ല, ആനയ്ക്ക് പകരം തേർവിളക്ക്. ഓക്കെ, ഇതെങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്? കളിച്ച് തലയിൽ വെച്ചിട്ടാണോ? തലയിൽ വെച്ചിട്ട് അതും ഉണ്ടാക്കുന്നുണ്ട്. ഇത് ചെയ്യുന്ന ആൾക്കാരാണ് തലയിൽ വെക്കുന്നത്, ഇവർ തന്നെയാണ് ചെയ്യുന്നതല്ലേ? ഓക്കെ, അവർ തലയിൽ വെച്ച് ഇങ്ങനെ കളിച്ച് കൊണ്ടുപോകും. പുരുഷന്മാർ, അതായത് വീട്ടിലെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന നേർച്ചയാണിത്, തേർവിളക്ക്. ഇതൊക്കെ ഇങ്ങനെ ഇത് കുരുത്തോല ഇങ്ങനെ ഓരോന്നായിട്ട് പ്രസ് ചെയ്തകത്തേക്ക് കയറ്റുന്നത്. ഇതിനെല്ലാം ഒരു പ്രിസിഷനാണ്, അതായത് ഓരോ കണക്കിന് കട്ട് ചെയ്യുന്ന അതിൻ്റെ ഷേപ്പ്, സൈസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഈർക്കിലും കൂടി ചേർത്ത് വെച്ചിട്ടാണ് കുത്തുന്നത് അല്ലേ? അപ്പം നല്ല കറക്റ്റായിട്ട്. ഫൈനലായി കഴിഞ്ഞു. ഹാരമൊക്കെ ഇട്ടു, ഇനി പൂക്കുല വെച്ചു. ഇതിനകത്ത് പന്തം വെക്കും, അത് ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം അല്ലേ? അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇതിൽ പന്തം വെക്കും 4 സൈഡിലും. അതൊക്കെ എവിടെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞേ? പന്തം 4 സൈഡിൽ 4 കോർണേഴ്സിലും പന്തം വെച്ചിട്ട് നടുക്കും വെക്കും. ഓക്കെ, ഇതിങ്ങനെ തല ചുമടായിട്ട് കൊണ്ടുപോയിട്ട് ചുമ്മാട് വെച്ചിട്ട് കളിച്ച് പോയിട്ട് ക്ഷേത്രത്തിൽ ചെന്നിട്ട് പന്തം കൊളുത്തി വെക്കും. കുറേ നാടൻ പലഹാരങ്ങൾ, നമ്മുടെ വാഴയ്ക്കപ്പം, പഴംപൊരി, നെയ്യപ്പം, പരിപ്പുവട, ഉഴുന്നുവട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതാണ് ഈവനിങ് സ്നാക്ക് വിത്ത് ചായ. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവററ്റ് നാടൻ പലഹാരങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി. ഏത് പലഹാരമാണ് എല്ലാവർക്കും ഓരോരുത്തർക്കും ഇഷ്ടം എന്നുള്ളതാണ്. ഇത് ഉഴുന്നുവട, ഇത് പരിപ്പുവട. അമ്മയുടെ ഏതാണ് ചോയ്സ്? അപ്പം അത് എടുക്കാം. അപ്പം അമ്മയ്ക്ക് ഇഷ്ടമുള്ള എടുക്കോ? അല്ല, അത് വലിയ ചവയ്ക്കേണ്ടി വരില്ല. മോളെ എന്താ അയ്യോ തച്ചക്കരേ. വട, പരിപ്പുവട, ഉഴുന്നുവട ഈ സൈഡിൽ ആണോ? ഉഴുന്നുവട ആരാധകനാണല്ലേ? എനിക്കതുപോലെ പഴംപൊരി, പരിപ്പുവട ഇഷ്ടം. അതുകുട്ടി പരിപ്പുവടയും പഴംപൊരിയും കഴിച്ച് നടക്കുന്നു. താഴേക്ക് പോകാം നമുക്ക്. ഇവിടെ ധൃതിയിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സന്ധ്യ ആകുമ്പോഴത്തേക്ക് റെഡി ആകണം. അപ്പോൾ അവരുടെ വർക്ക് നടക്കും. നമുക്ക് താഴെ മീനയുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. ഇത് ടോട്ടലി കോച്ചൻ്റെ ഫാമിലി മെമ്പേഴ്സ്, ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് പുന്നപുരം ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള നേർച്ചയാണെന്ന് തോന്നുന്നത്. ഈ ഒരു ചെടി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. ഇതിൻ്റെ ഫ്രൂട്ട് വായിൽ വെച്ചാൽ ഭയങ്കര മധുരമാണ്. പിന്നെ എന്ത് കഴിച്ചാലും മധുരം തന്നെയായിരിക്കും കുറേ നേരം. പക്ഷെ ഇപ്പം ഇല്ല, കായൊന്നുമില്ല. അനിക്കുട്ടിയും സരസ്വതി മോളും സന്ധ്യയും എല്ലാവരും അകത്ത്, അമ്മ എല്ലാവരും അവിടെ സംസാരിച്ചിരിക്കുന്നു, ചായ ഉണ്ടാക്കുന്നു. പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചായയും കൂട്ടി കഴിക്കാം. ഞാൻ ചായ കുടിക്കില്ല, കയ്യിലെടുത്തിട്ട് വരും.
മീനയും സംഘവും എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തിയെന്ന് നോക്കാം. അവിടെ എല്ലാവരും വൈകുന്നേരത്തെ തേർവിളക്ക് കാണാൻ റെഡിയായിരിക്കുവാണ്. കറി ഇല്ല, ഇപ്പോൾ വന്നേ ഉള്ളൂ. കറി എത്തി. നമ്മുടെ ഇത് ഒന്ന് കറിയാ മേടിച്ചു. നമ്മുടെ തെന്നൂർ കോവിലെ ഇതൊക്കെ രാമുവിൻ്റെ മകളുടെ ഫാദർ-ഇൻ-ലോ ആൻഡ് മദർ-ഇൻ-ലോ ജാനിയുടെ. ഇപ്പോൾ അവിടുന്ന് വന്നാണ്, ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ നന്നായി. ഹായ് രാജു എത്തിയല്ലോ. അടുത്ത രാമുവിൻ്റെ ബ്രദർ എത്തി, രാജു. ഹലോ, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. കറി നമ്മളും എത്തി. കറി നമ്മളും എത്തി. ആ ചേട്ടൻ എല്ലാവരും ഉണ്ട്. ഇതുവഴി പോയോ? വേറെ ഒന്നോ? അത് ഞാൻ കണ്ടു. ആണോ? അമ്മായിയുണ്ട്. അമ്മായിയൊക്കെ നേരത്തെ വന്നു. ഇപ്പം നമ്മള് ഞങ്ങള് വന്നു. അറിയാലോ, കുറേ വീഡിയോസ് നമ്മളെല്ലാം കണ്ടത്. ബോച്ചൻ്റെ അമ്മയുടെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മകൻ രാജു, രാമുവിൻ്റെ ബ്രദർ. ഇന്ദു എന്തിയേ? ഹായ്. ഇത് രാജുസ് വൈഫ്. പല പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വീണ്ടും പുതിയ പ്രേക്ഷകരാരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ഓക്കെ. മോളെങ്ങനെ ഇരിക്കുന്നു? ആണ്. നടുച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാം. രമ ചേച്ചി അപ്പുറം. ഇതാണ് ഈ ഫാമിലിയിലെ തലമുതിർന്ന ചേട്ടൻ, കാർണവർ, സെക്കൻഡ് ഇൻ ചാർജ്. അതായത് ഈ ജനറേഷൻ്റെ, നമ്മുടെ ഗോവിൻചിറ്റപ്പൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ബോയിച്ചൻ്റെ ജനറേഷൻ്റെ ഏറ്റവും മൂത്ത ചേട്ടനാണ് മധുചേട്ടൻ ആൻഡ് രമചേച്ചി. രണ്ടുപേരും ഓസ്ട്രേലിയ, സിഡ്നിയാണ്. ഇടയ്ക്ക് വരുമ്പോൾ ഇവിടെയാണ് താമസം. ഇതാണ് ഈ വീടാണ്. നമ്മൾ ഈ വീട് എപ്പോഴും പുറത്തുനിന്നാണ് കാണിക്കുന്നത്, പൂട്ടിയിരിക്കുമായിരിക്കുമല്ലോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹൗസ്. പഴയ കുടുംബ വീടാണ്. അത് കുറേ മോഡിഫൈ ചെയ്തിട്ട് പാർട്ട് ഓഫ് ദ കുടുംബ വീട്. യെസ്, എക്സാക്ട്ലി. ഇത് തുറക്കാൻ പറ്റുമോ? പൂട്ടിയിരിക്കുവാണോ? അല്ലല്ല, ഇത് ജസ്റ്റ് ഓപ്പൺ അല്ലേ? ചേട്ടന് ചേച്ചി ഉള്ള സമയത്താണ് ഇത് ഓപ്പൺ ആവുന്നത്, അല്ലെങ്കിൽ ഇത് ക്ലോസ്ഡ് ആണ്. നന്നായിട്ട് സൂക്ഷിച്ചു. ഓക്കെ. നാരായണി പുന്നപുരം വീട്ടുപേര് പതിനെട്ട്. ഒരു ടോട്ടലി ഒരു എന്താ പറയുക, ട്രഡീഷണൽ പാറ്റേൺ ആണ്. ഫേർണിച്ചേഴ്സ് ആണെങ്കിലും അതെല്ലാം കുടുംബ വീടിൻ്റെ പാർട്ടായിരുന്നു. അത് മധുചേട്ടനും രമചേച്ചിയും അതിനെ ഈ സ്റ്റൈലിലാക്കി. പഴയ ഫേർണിച്ചേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തു. പിന്നെ അതിനോട് ആഡ് ഓൺ ചെയ്തു. എല്ലാം ഒരു അങ്ങനത്തെ പെയിൻറ്റിങ്സ് എല്ലാം അങ്ങനെ ഒരു സെയിം ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനത്തെ ലൈറ്റിങ്ങും ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇതൊക്കെ പഴയതാണോ ചേച്ചി? ഓൾഡ് പഴയ പിരപ്പൻകോട് കളക്ഷൻ. ഈവൻ ഈ ഇത് ഓക്കെ. പിന്നെ പത്തായം. പത്തായത്തിനെയൊക്കെ നോക്കിയേ. പണ്ടത്തെ പത്തായമൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പോൾ ഒരു ടെലിവിഷൻ വെച്ചിരിക്കുന്ന ഒരു സൈഡ് ടേബിൾ പോലെ അല്ലേ? നൈസ് ഒരു മെയിൻ ടേബിള്. ഏറ്റവും മൂത്ത മനോരമ വല്യച്ഛൻ, അത് ബോച്ചൻ്റെ അച്ഛൻ്റെ ബ്രദറാണ് ഏറ്റവും മൂത്ത ആൾ. മനോരമ വല്യച്ഛൻ ഈസ് നോ മോർ. പഴയ ഫേർണിച്ചേഴ്സ് കുടുംബത്തിൻ്റെ. പഴയ പൂജാമുറി അമ്മായിയുടെ, ബോച്ചൻ്റെ അമ്മായിയുടെ, അതായത് ഇവരുടെ എല്ലാം അമ്മയുടെ, നാണിയമ്മായിയുടെ പഴയ പൂജാമുറി. അതങ്ങനെ തന്നെ അതേപോലെ. ഓക്കെ. കുറേ ന്യൂ പടങ്ങൾ വെച്ചു, പക്ഷെ ആ പൂജാമുറി അങ്ങനെ തന്നെ നല്ല രസമായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ വീടിൻ്റെ ആംബിയൻസിന് ചേരുന്ന രീതിയിലുള്ള ഫേർണിച്ചേഴ്സ് പഴയത് റീറ്റെയിൻ ചെയ്ത് വെച്ചു, ബാക്കി കുറച്ച് ആഡ് ഓൺ ചെയ്തു. നൈസ്. ഇതൊക്കെ നല്ല രസമുണ്ട്. പണ്ടത്തൊക്കെ നല്ലതായിട്ട് സൂക്ഷിച്ചു. ഹായ്. അപ്പോൾ ബോച്ചേൻ്റെ പുന്നപുരം അച്ഛൻ്റെ തറവാട് വീടാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലായിരുന്നു. ഇത് മൊത്തമായിട്ട് ഒരു തറവാടിൻ്റെ പാർട്ടാണിത്. ഒരു പോർഷനാണ് ഇപ്പോൾ ഈ വീടായി മാറിയത്. ഇത് വേറൊരു പോർഷൻ മറ്റേ ഹൗസ്. അപ്പോൾ ഇതൊരു സിസ്റ്റർ, ഇത് വേറൊരു സിസ്റ്ററിൻ്റെ മക്കൾ. അങ്ങനെ
ഇതുണ്ടോ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഇത് ഈവനിങ് ഒക്കെ വന്നിരിക്കാനും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നടത്താൻ പറ്റിയ രീതിയിൽ എല്ലാം ലാൻഡ്സ്കേപ്പ് ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ട് പാർട്ടിയൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. പഴമ ചോരാണ്ട് നല്ല ഈ ഒരു ആംബിയൻസിന് പറ്റിയ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളി ലാൻഡ്സ്കേപ്ഡ്. ആ സൈഡൊക്കെ നോക്കിയാൽ നല്ല പച്ചപ്പും ലോണൊക്കെ സെറ്റ് ചെയ്ത് നിറച്ച് വെന്റിലേഷനൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെയൊക്കെ നല്ല ലോൺ പോലെയൊക്കെ നിറച്ച് പുല്ലും പിന്നെ ഇങ്ങനത്തെ ചെടിയൊക്കെ ആയിട്ട്. ഇവരിവിടെ പകുതി സമയം കാണാറില്ല, പക്ഷേ സിഡ്നിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരും. കുട്ടികൾ രണ്ടും അവിടെയാണല്ലോ. പിന്നെ ഇടയ്ക്ക് വരും, വന്നാൽ ഒരു മാസമൊക്കെ നിൽക്കും, പിന്നെ വീണ്ടും പോവും, പിന്നെ വീണ്ടും വരും, അങ്ങനെ ഓൺ ആൻഡ് ഓഫ്. പക്ഷെ കുഴപ്പമില്ല, വീട് പൂട്ടിയിട്ടാൽ ഇപ്പോഴും അപ്പുറം ഇപ്പുറം ഒക്കെ ആൾക്കാരുണ്ട്. ഇവിടെ മീന താമസിക്കുകയല്ലേ ഈ വീട്ടിൽ, സോ ഇറ്റ്സ് സേഫ്. പഴയ മാവിനെയൊക്കെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്ലാവ്, പുളിയൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ, ഒന്നിനും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ആ തറവാടിനെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നല്ല ഭംഗിയായിട്ട് ആ ഒരു പാറ്റേൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. ഒരു രാത്രിയൊക്കെ ഇവിടെ ഈവനിങ് പാർട്ടീസൊക്കെ ഇവിടെ നടത്താറുണ്ട്. രസമായിട്ട് സംസാരിച്ചിരിക്കാനും രസമല്ലേ. മീനെ കണ്ടില്ല, മീനെ ഒന്ന് വീട്ടിനകത്തൊന്ന് പുറത്തേക്ക് എടുക്കാം. ഫ്രൂട്ട് ട്രീസ്, നമ്മുടെ പപ്പായ, കുളം നോക്കിയേ വയലൊക്കെ വന്നു. ഇപ്പോൾ കുളത്തിൽ മീൻ കൃഷിയൊക്കെ മതിയാക്കിയെന്നാണ് തോന്നുന്നത്. ഇപ്പം മീനില്ല തോന്നുന്നു, വയലൊക്കെ ആയിട്ട് കിടക്കുന്നു. രസമുണ്ട്. പക്ഷേ ഇതാണൊരു നാട്ടുമ്പുറത്തെ കുളം ഒക്കെ ഇങ്ങനത്തെ ഈ ഒരു രീതിയിലാണ് വരേണ്ടത്. ആ കളർ സ്കീം എല്ലാം കറക്റ്റാണ്. ക്ഷേത്രത്തിലെ കൊട്ട് വാദ്യമൊക്കെ ഇങ്ങനെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഈ കോർണറിൽ വന്നിരിക്കാൻ എന്ത് രസമല്ലേ. ബാക്കിലേക്ക് നോക്കും. ഇവിടെ കുറേ മാവൊക്കെ നട്ടിട്ടുണ്ട്. മാവ്, പ്ലാവെല്ലാം ഹൈബ്രിഡാന്ന് തോന്നുന്നു, പെട്ടെന്ന് കഴിക്കാൻ. വാഴത്തോപ്പ് നല്ല രസമാണ്. ഇത് ഇച്ചിരി ഹൈറ്റിലല്ലേ ഈ വീടിരിക്കുന്നത്, ഈ പ്രോപ്പർട്ടി. രസമാണ്. ഞാൻ കുറേ നാൾ കൊണ്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കും, ഞാൻ മീനോട് ഇങ്ങനെ ചോദിക്കാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത് കണ്ടോ ആകാശേ, കഴിഞ്ഞ കുറേ നാളായി ഞാൻ ഇത് നോട്ടം ഇട്ട് നടക്കുകയാണ്. ഏതാണെന്ന് മനസ്സിലായല്ലോ, ചെറിയ ആട്ടുകല്ല്. ഇവിടെ ഇതൊരു ഓർണമെൻ്റൽ പീസായിട്ട് മണ്ണൊക്കെ പൊടിയും തട്ടിയിരിക്കുവാണ്. ഇനി ഇതിവിടെ ചേഞ്ച് ഓവർ ആകാൻ സമയമാണെന്ന് പറഞ്ഞു. ആകാശിനെ എല്ലാവർക്കും അറിയാം, അന്ന് ഉരുളിയൊക്കെ എടുത്തുകൊണ്ടു. ഉരുളിയായിരുന്നോ തവിയായിരുന്നു, എന്തായിരുന്നു? ഫ്രൈ ചെയ്യാനുള്ള മറ്റേ കണ്ണാപ്പ. എത്ര മണിക്ക് എവിടെ നിന്ന് കൊണ്ടുപോകുന്നേ ഈ തേർവിളക്ക്? വാട്ട് ടൈം? 6:37 ആവും അല്ലേ, രാത്രിയാവും ചെയ്തിട്ട്. ഇനിയിപ്പോൾ കുംഭം മീന മാസമാണ്, അപ്പോൾ ഈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട്, വേനലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന സമയമാണ്. ചക്ക, മാങ്ങ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതെല്ലാം കായ്ച്ച് നിൽക്കുക. വാഴയ്ക്ക ഇത് ഏതൊക്കെ ടൈപ്പാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ഞാലിപ്പൂവനാണോ പാളയംകോടനാണോ എനിക്ക് കണ്ടാൽ അങ്ങനെ ഈ ഒരു സ്റ്റേജിൽ മനസ്സിലാവില്ല. എല്ലാ വാഴയും അത്യാവശ്യം കഴിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിന്നുള്ള പാട്ടാണ് കേൾക്കുന്നത്. ഈവനിങ് ഒക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ലേ. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല കൂൾ ക്ലൈമറ്റ് ആൻഡ് നല്ല കാഴ്ചകൾ, പച്ചപ്പും. ഇതിപ്പോൾ അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു പാട്ടും അങ്ങനെ രസമാണ്. മീനെ കുളിച്ചിറങ്ങുമ്പോൾ ഇച്ചിരി സമയമാവും, അപ്പോഴത്തേക്ക് ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. അപ്പോൾ ഒരു 7 മണിയോടുകൂടി തേർവിളക്ക് ആരംഭിക്കും. പിന്നെ തേർവിളക്ക് ഇവിടെ നിന്ന് അലങ്കാരത്തോടു കൂടി ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ചടങ്ങുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ആണ് ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും. അപ്പോൾ രാത്രി എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഉണ്ടാവും. അപ്പോൾ ഇഡ്ഡലി ചമ്മന്തി സാമ്പാറാണെന്ന് പറഞ്ഞു. അതാണ് സാധാരണ ഇങ്ങനെ പൂജയുടെ ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ വീടുകളിലൊക്കെ. അപ്പോൾ ഡിന്നർ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അവിടുത്തെ ബാക്കി കാര്യങ്ങളുമൊക്കെ കാണാൻ പറ്റും. ഇവിടെ എല്ലാവരും സംസാരിച്ചിരിക്കുകയാണ്. മധുച്ചേട്ടൻ്റെ വീട്ടിൽ രാജുവും ഇന്ദുവൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് സമയമില്ല. ഞാനപ്പോൾ തിരിച്ച് മുകളിലേക്ക് കയറുന്നു. നമുക്ക് ലൈറ്റൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇറങ്ങി നടക്കുന്നത്. അവിടെ നമ്മുടെ സരസ്വതി മോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കും എല്ലാവരും. പൂച്ചേട്ടനും അമ്മയും ടോട്ടിച്ചിട്ടിയും എല്ലാവരും. സമ്മർ ടൈം ആയല്ലോ, വേനൽ, അത് ധാരാളം കരിയിലുണ്ട് ഈ സമയത്ത്. തറയിലെല്ലാം കാണാം.
ഞാനിങ്ങനെ തറയിൽ നോക്കി നടക്കുകയാണ്. പുളി വല്ലതും വീണ് കിടക്കുന്നുണ്ടോ? പുളി മരത്തിൽ നിന്ന് ഒന്നും ഞാൻ കാണുന്നില്ല ഇവിടെ. ഇത് വേറൊരു ചിറ്റപ്പൻ്റെ മകൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീടാട്ടോ. നല്ല ക്യൂട്ടായിട്ട് ടൈനി ഹൗസ് മാതിരി വരുമ്പോൾ താമസിക്കാനായിട്ട്. ജസ്റ്റ് 1 bedroom ഹൗസ്. നൈസല്ലേ? അപ്പോൾ കൂട്ടിയിട്ടിരിക്കുന്നു. അവരുടെ ഷെയറിലുള്ള ഒരു ഏരിയയിൽ വെച്ചിരിക്കുക. പിന്നെ പഞ്ഞിമരം നോക്കിയേ, ഇലയെല്ലാം പൊഴിഞ്ഞ് കായായിട്ട് നിൽക്കുന്നത്. ഇവിടെ എല്ലാ കറികളും ഉണ്ടെന്ന് തോന്നുന്നു. മാവ്, പ്ലാവ്, പുളി, പഞ്ഞിമരം കണ്ടില്ലേ. ഇതിന് മറ്റൊരു പേരാണ് ഇലവങ്ക എന്ന് പറയും. പഞ്ഞിമരം, നമ്മൾ പഞ്ഞി, കോട്ടൺ. ചെമ്പരത്തി ഇഷ്ടം പോലെ പൂത്ത് നിൽക്കുന്നു. ചെമ്പരത്തിക്ക് ക്ലൈമറ്റ് ഒന്നും ഒരു പ്രശ്നമില്ല, ചൂടത്താന്നുകൊണ്ട് കൂടുതൽ പൂക്കുന്നത്. അമ്മ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ 15 10 12 ഒക്കെ ഇതുപോലെ എന്താ പറയുക, കൊട്ടും വാദ്യമൊക്കെ വന്ന് ഇത് തലയിൽ വെച്ചിട്ട് തുള്ളിയാണ് പോകുന്നത്. ഭയങ്കര ആഘോഷം. ആ, ഭയങ്കര രസമാണ് അല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഒരു 8 അല്ലേ ഇവിടെ ഇന്ന്? 8 അല്ലേ തേർവിളക്ക്? 8. അമ്മയുടെ കല്യാണം കഴിഞ്ഞ് വന്നത്. അപ്പോൾ എത്ര വർഷങ്ങൾ മുന്നേ ഈ ഒരു ആചാരം ഇങ്ങനെ ഉണ്ട്, ഈ അമ്പലത്തിലൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ 15ഉം 12ഉം ഒക്കെ വീട്ടിലെ പുരുഷന്മാർക്ക് വേണ്ടിയാണല്ലേ, വീട്ടിലെ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ എന്താ പറയുക, പ്രോസ്പെക്ട്സ് അവർ വളരെ എന്താ പറയുക, പ്രോസ്പെറസ് ആയിട്ട് ഇരിക്കാനും ഒക്കെ അവരുടെ നല്ലതിന് വേണ്ടിയിട്ട്, ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അയ്യോ ഭയങ്കരം. അല്ല ഒരു എൻജിനീയറും അല്ല ചെയ്ത് അവരതിന്. അതെ അവർ അങ്ങനെയല്ല, അവർ ഇതിനെക്കുറിച്ച് അങ്ങനെ ട്രെയിൻഡ്, അങ്ങനെ ഇപ്പോൾ എൻജിനീയറിങ് ആർക്കിടെക്ചറൊന്നും പഠിച്ച് വന്നവരല്ല. പക്ഷെ അതൊരു കൊലത്തൊഴിൽ പോലെ ഇങ്ങനെ അവരുടെ തലമുറകൾ കൈമാറി വരുന്നൊരു ആർട്ട് വർക്കാണിത്. മനോഹരമായിട്ട് അവരുടെ ഒരു പ്രിസിഷനാണ് അല്ലേ, കറക്റ്റ് അളവ് മുറിക്കുന്നത്. രാമൂസ് വൈഫ് ശോഭ, മോളെ വന്നേ. മോള് ജാനി വലിയൊരു നർത്തകിയൊക്കെയാണ് കേട്ടോ. ഈ ഇടയ്ക്ക് ഞാൻ എവിടെയായിരുന്നു നമ്മളന്ന് കണ്ട മാതൃഭൂമിയുടെ ഇനോഗ്രൽ, നിങ്ങളുടെ ഡാൻസ് ആയിരുന്നു അന്ന് അവിടെ ഇനോഗ്രലിൻ്റെ മോഹിനിയാട്ടം. അമ്മത തുള്ളി തുടങ്ങിയത്. പൂക്കലയൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു അമ്മയുടെ. അയ്യോ അതെ ഗുരുജി ആരാണ്? രവി അങ്കിള്. അയ്യോ രവിയങ്ങളുടെ തരാൻ പൂക്കൊല. ആ മീനെ കുളി കഴിഞ്ഞറിയോ? ആ അത് തന്നെ, അതെ കേട്ടോ. മീനെ നോക്കിയാണ് നമ്മൾ കുറച്ച് എന്താണ് ഓണം കഴിഞ്ഞിട്ട് വേണം ഇപ്പോഴാണ് കാണാൻ. മീനെ കുളിച്ച് റെഡിയായി സുന്ദരിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കുറച്ച് ഊഞ്ഞാലൊക്കെ ആടിയിട്ടാണ് ഞാൻ വന്നത്. അയ്യോ ദൃഷ്ടിദോഷം മാറാനായിട്ട് രവിയങ്ങളുടെ വക പൂജ. എല്ലാം കഴിഞ്ഞു, മംഗളമായി കഴിഞ്ഞു. അപ്പൊ ഇന്നിനി ഇത് ഗംഭീരായിരിക്കും കേട്ടോ. നമ്മള് ഇത് ഞാൻ അവസാനമാണ് എത്തിയത്. ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലേ. പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തിയൊക്കെ എവിടെയാണ് റെഡിയാവും. നമ്മളെല്ലാം ഡിന്നർ അവിടെ ആയിരിക്കും ആഫ്റ്റർ ദിസ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. താഴത്തെ വീട്ടിലുള്ള എല്ലാവരും ഇങ്ങ് എത്തി. ഇപ്പോൾ മീനെ എത്തി, ഇതേ പറയാൻ വരുന്നു. രാമു ഇസ് കമ്മിങ്. മധുചേട്ടൻ, മൂത്ത കാരണവർ ചേട്ടൻ വരുന്നു. മധുചേട്ടൻ, രമചേച്ചി, രാമു, രമേശ്. അതെ. അപ്പോൾ ഇവിടെ എല്ലാവരും സദസ്സാകത്ത് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. ഓൾ ഫാമിലി മെമ്പേഴ്സ് ഗോയിങ് ഇൻസൈഡ്. നമ്മുടെ ആമ്പൽക്കുളം ഇവിടെ, ഉരുളിയാണ് നമ്മുടെ ആമ്പൽക്കുളം. ഉരുളിയല്ല, ഇതിനെന്താ പറയുക, വാർപ്പ് അല്ലേ. നല്ല ഭംഗിയായിട്ടത്. അവർക്കെല്ലാം ഭയങ്കര രസം. എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ചില സമയങ്ങളിലല്ലേ കാണുന്നത്, എല്ലാവരും എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ വരുമ്പോൾ എല്ലാവരും അകത്ത് മുഴുവൻ നല്ല ക്രൗഡായി, എല്ലാവരും അകത്തുണ്ട്. നമുക്ക് താഴെ പോകാം അല്ലേ എല്ലാവരും. ഇവിടെ നിന്ന് കൊണ്ടുപോയി താഴേക്ക് അല്ലേ നമ്മുടെ ഇതെല്ലാം. ഇനി എല്ലാം താഴോട്ട്. ഇനിയിപ്പോൾ ഉടനെ തുടങ്ങുമോ 7 മണിയാകുമ്പോൾ?
അപ്പോൾ സന്ധ്യയോട് അടുക്കുന്നു, വെളിച്ചം കുറഞ്ഞു കഴിഞ്ഞു, വീട്ടിലെല്ലാം ലൈറ്റ്സൊക്കെ വന്നു. ഇപ്പോൾ അതെല്ലാം ഒരു നൈറ്റിലേക്ക് കയറുകയാണ്. ഇതൊരു 7:30-8 മണിയാകും കേട്ടോ ഇവിടെ തുടങ്ങുമ്പോൾ. ഇത് മറ്റൊരു അമ്മായിയുടെ മകൻ പ്രദീപിനെ കാണിച്ചിട്ടില്ലേ നേരത്തെ? നമ്മുടെ വീഡിയോയിലൊന്നും വന്നിട്ടില്ലല്ലോ, ഫസ്റ്റ് ടൈം. ഓക്കെ, പോച്ചൻ്റെ അച്ഛൻ്റെ വേറൊരു സിസ്റ്ററിൻ്റെ മകനാണ് പ്രദീപ്. ഇപ്പോഴും മാലദ്വീപ്സിലാണോ? അല്ല, കഴിഞ്ഞു വന്നു. ഓക്കെ, ഇപ്പം ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഓക്കെ. പുള്ളിയുടെ മേഖല എന്ന് പറയുന്നത് ഹോട്ടൽ ഇൻഡസ്ട്രിയാണ്, ഫിനാൻസ്. ഓക്കെ, കുറേ നാൾ മാലദ്വീപ്സിലുണ്ടായിരുന്നു. അങ്ങനെ പല പല വലിയ പ്രോപ്പർട്ടീസിലൊക്കെ ആയിരുന്നു ഹി വാസ് ഇൻ ചാർജ്. മിനി വളരെ ഷൈയാണ്. ഇത് ഹരിച്ചേട്ട്, ഇത് ബോച്ചേട്ടൻ്റെ ഒരമ്മായിയുടെ മകനാണ്. പിന്നെ ഇതൊക്കെ വീഡിയോയിൽ വരും. പുള്ളി കുറേ നാൾ എവിടെയായിരുന്നു? തായ്ലൻഡ്. നമ്മൾ പാസ്പോർട്ടൊക്കെ കളഞ്ഞ് നടന്ന സമയത്ത് അല്ലേ, അവിടെ ഉണ്ടായിരുന്നു സഹായിക്കാനായിട്ട്. ഇപ്പം ട്രിവാൻഡ്രത്തുണ്ട്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ദേവിക്കുള്ള ഇവിടുന്ന് ഇങ്ങനെ ഇത് വഴിപാടാണ് കേട്ടോ ഇതെല്ലാം. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി സെറ്റും മുണ്ടും ഉടുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞു. ഇനി നേരെ തേർവിളക്ക് പ്രൊസഷൻ കാണാനുള്ള ഒരു പരിപാടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും റെഡിയായി മീനയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് എല്ലാവരും അസംബിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനും ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും. ഞങ്ങളെല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ പോവുകയാണ്. നോക്കൂ, എല്ലാം സെറ്റായിരിക്കുന്നത് നോക്കിയാൽ. തേർവിളക്കിൻ്റെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ 8 തേർവിളക്കാണ് നേർച്ചയായിട്ട്, അതായത് ഇങ്ങനെ ഒരു വഴിപാട് പോലെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീട്ടിലെ 8 ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് മെയിൽ മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വഴിപാട്. അപ്പോൾ 8 എണ്ണവും നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നിരനിരയായിട്ട് വച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രസമില്ലേ? നല്ല ഭംഗിയുണ്ട്. എല്ലാ റിലേറ്റീവ്സും ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മയുണ്ട്, രവികളുണ്ട്, എവറിബഡി ഈസ് ഹിയർ. ഒരു ഫെസ്റ്റീവ് മൂഡാണ് എല്ലാവർക്കും ഈ ഒരു രാത്രി സമയത്ത്. ഇങ്ങനെ ആ ഒരു എന്താ പറയുക, നിറച്ച ആൾക്കാരും സന്തോഷം, അതാണിപ്പോൾ കാണുന്ന കാഴ്ച. ഇപ്പോൾ തേർവിളക്ക് ഓരോന്നോരോന്നായിട്ട് തലയിലേക്ക് ഏറ്റി തുടങ്ങിയിട്ടുണ്ട്, അത് കൊണ്ടുപോകുന്ന ആൾക്കാർ. അപ്പോൾ ഓരോ നേർച്ചക്കാരും, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 8 ഫാമിലി മെമ്പേഴ്സിൻ്റെ, മെയിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ നേർച്ചയായിട്ടാണ് ഈ 8 എണ്ണം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് തലയിലെടുത്ത് വെച്ച് കൊടുക്കാനായിട്ട് ആ ഒരു ഫാമിലി മെമ്പറും കൂടി ചേർന്നാണ് എടുത്ത് വെച്ച് കൊടുക്കേണ്ടത്. അതും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മളെ തലയിൽ വെച്ചുകൊണ്ടല്ലല്ലോ പോകണം, പക്ഷേ നമ്മളും കൂടി ചേർന്നാണ് അത് ആ ആളുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 8 തേർവിളക്കം റെഡിയായി കഴിഞ്ഞു, തലയിൽ ഏറ്റിക്കഴിഞ്ഞു. ഇനി അവർ നടന്ന് മുന്നോട്ട് പോകുന്നു. ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ ഇങ്ങനെ മുന്നോട്ട് പോയി ഒരു കറക്കമൊക്കെ കറങ്ങി നാട്ടുവഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് ആണ് ക്ഷേത്ര അങ്കണത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രമുറ്റത്തേക്ക് എത്തുന്നത്. ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ, ഇതെന്താ പറയുക, മുളക് ചമ്മന്തി, വട, ഫ്രൂട്ടായിട്ട് പപ്പായ, ഇവിടുത്തെ പപ്പായനെ. അപ്പോൾ നമ്മൾ ബുഫേ ആക്കിയിരിക്കുവാണല്ലേ, അതാ നല്ലത്. ഓക്കെ, അതാ നല്ലത്. പപ്പായ അടിപൊളി, ഇവിടുത്തെ പപ്പായ നല്ല മധുരം. അപ്പോൾ ഇവിടുന്ന് 8 തേർവിളക്കാണ് ക്ഷേത്രത്തിലേക്ക് പോയത്. പക്ഷേ ഇപ്പോൾ സ്ട്രെയിറ്റ് അങ്ങോട്ടല്ല, ഇതിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പ്രൊസഷനായിട്ട് പോയിട്ട് ഇങ്ങനെ വയലിലൂടെ സഞ്ചരിച്ച് ഇത് ഏകദേശം ഒരു 1/4 മണിക്കൂർ എടുക്കും ക്ഷേത്രത്തിൻ്റെ ആ ഫ്രണ്ടേജിലെത്തുമ്പോൾ, ക്ഷേത്ര നടയിലെത്തുമ്പോൾ. ഇത് ഇവിടുന്ന് പോയി കഴിച്ചിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ രാത്രി ഭക്ഷണം ഇങ്ങനെയാണ്, ഇങ്ങനെ പൂജയുള്ള ദിവസം ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, പിന്നെ
വട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും കഴിക്കുന്നു, എന്നിട്ട് എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ക്ഷേത്രനടയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും കൂടി നമുക്ക് അവിടെ പോയി കാണാം. അപ്പോൾ ഞങ്ങളും എല്ലാവരും തന്നെ തെന്നൂർ കോവിലിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. കുറേ പേര് നടന്നു പോയി. ഞാനിപ്പോൾ കാറിനകത്ത് കയറിയിട്ട് അവിടെ വരെ ഒന്ന് വിട്ടു തരുമോ എന്ന് ചോദിച്ചിരിക്കുക. അപ്പോൾ കാറിൽ തന്നെ കുറച്ച് നടക്കണമല്ലോ, അതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് കാറിൽ തന്നെ സഞ്ചരിക്കുന്നു. പക്ഷേ റോഡൊക്കെ നോക്കിയാൽ സൈഡ്സ് എല്ലാം നല്ല ഇലുമിനേറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതെ തെന്നൂർ കോവിലിൻ്റെ പരിസരത്ത് എത്തിക്കഴിഞ്ഞു. നമ്മുടെ എല്ലാ റിലേറ്റീവ്സും ഉണ്ട് കേട്ടോ. പുന്നവരം വീട്ടിലെല്ലാവരും അവിടെ ഉണ്ട്. പലരും പല രീതിയിലാണ് വന്നത്. ഞാനാണ് തോന്നുന്നു കാറ് കയറി എത്തിയത്. ഒരു കാർ കൂടെ വന്നിട്ടുണ്ട് ഈ ഭാഗത്തേക്ക്. ബാക്കിയുള്ളവരൊക്കെ നടന്ന് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഇത് കൂടാണ്ട് കംപ്ലീറ്റ് ഈ ഒരു നാട്ടിൻ പ്രദേശത്തെ എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ പ്രാർത്ഥനയോടുകൂടി ചടങ്ങുകളെല്ലാം കാണാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിലെ ഉത്സവ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ ഭക്തജനങ്ങളായിട്ട് അവിടെയായിട്ട് നിൽക്കുന്നുണ്ട്. പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. ചടങ്ങുകൾ കാണാനുള്ള ആകാംക്ഷയുണ്ട്. മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് തേർവിളക്കിൻ്റെ ആ ഒരു ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അടുത്ത കാര്യം ചടങ്ങിൻ്റെ ഭാഗമായിട്ട് താലപ്പൊലിയുണ്ട്. അപ്പോൾ താലപ്പൊലി എൻ്റെ കുട്ടികളെ അവരുടെ അമ്മമാരിങ്ങനെ കൊണ്ടിങ്ങനെ ചുറ്റും ഇങ്ങനെ ദേവിക്ക് പ്രദക്ഷിണം വെച്ച് പോകുന്നൊരു കാഴ്ചയുണ്ട്. അതാണ് അടുത്ത നേർച്ച. അപ്പോൾ അതിന് തയ്യാറായി വന്നിരിക്കുന്ന കുട്ടികളും അവരുടെ പാരൻസും എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. എല്ലാവരും ചടങ്ങുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആദ്യം തന്നെ ക്ഷേത്രത്തിൽ കയറി ദേവിയെ കണ്ട് തൊഴുത് വണങ്ങണം. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ദേവിയെ കണ്ടിട്ട് തെന്നൂർ കോവിലിലെ ഭഗവതിയെ കണ്ട് പ്രാർത്ഥിച്ചു. ചന്ദനവും കുങ്കുമവും എല്ലാം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഒരു വലിയ ഭാഗ്യമാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്നത്. അങ്ങനെ ദേവിയെ കണ്ട് തൊഴുതിട്ട് ഈ ഭാഗത്തേക്ക് പുറത്ത് വന്നിട്ട് നമ്മളെല്ലാവരും നിൽക്കുന്ന ഭാഗത്ത് വന്ന് വെയിറ്റ് ചെയ്യണം. തെന്നൂർ ദേവി ക്ഷേത്രത്തിൻ്റെ അഡ്വൈസറി കമ്മിറ്റി സെക്രട്ടറിയാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. ഇദ്ദേഹം ശ്രീ ബാബു. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഈ ഒരു കുംഭമാസത്തിലാണോ ഇങ്ങനെ നടക്കാറ്, അതോ ഈ സമയത്താണ്? കുംഭഭരണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ ഉത്സവം? പാട്ട് തുടങ്ങും. തോറ്റം പാട്ട് തുടങ്ങിയിട്ട് 7 days 7 ദിവസം. എന്നിട്ട് അവസാനിക്കുന്നു. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ നേർച്ചയായിരിക്കോ ഇത് വരുന്നത്? നിർബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഞങ്ങളുടെ അറിവ് അനുസരിച്ചാണെങ്കിൽ ഗുരുക്കന്മാരുടെ അവർ ദേവസ്വം ബോർഡിന് എഴുതി കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടുകാരുടെ ദേവസ്വം ബോർഡായപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നാട്ടുകാരാണ് ആ പ്രദേശത്ത് നാട്ടുകാരാണ് അത് ചെയ്യുന്നത്. ആ നാട്ടുകാർ ആ ക്ഷേത്ര ആചാരപ്രകാരം ചടങ്ങുകൾ ഇങ്ങനെ നടത്തി. അപ്പൊ ഇത് 7-ാം ദിവസം സാധാരണയായിട്ട് ഈ തേർവിളക്ക് എല്ലാ അമ്പലത്തിന്റെ വകയായിട്ട് തന്നെ നടക്കും. അമ്പലത്തിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് 7 ദിവസം വ്രതം നിന്ന് ഓരോരുത്തരും എടുക്കുന്ന ഇത് ആൺകുട്ടികളുടെ ഇതിനാണ്. പെൺകുട്ടികളുടെ താലപ്പൊലി. ഇതിനോടനുബന്ധിച്ച് പാട്ടുണ്ട്. ദേവിയുടെ സ്തുതികൾ. അതാരാ പാടുന്നത്? അതിന് പ്രത്യേകിച്ച് തോറ്റം പാട്ട് 7 days ഉണ്ട്. 7 ദിവസം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇത് പിന്നെ വരുന്നത് വീട്ടിലെ പുരുഷന്മാരുടെയും ആൺകുട്ടികളുടെയും ഒന്ന് അമ്പലത്തിലെ കണക്കായിട്ടുണ്ട്. ഇങ്ങനെ ആർക്ക് നേർച്ചയായിട്ടും ചെയ്യും. ഓക്കെ. ആൾക്കാർ ഒരു പ്രാവശ്യം ചെയ്യുന്നത്. അതുപോലെ ഒരു തോറ്റംപാട്ട് നടത്തുന്നവരും ഒരു കാണാതെ പുസ്തകം നോക്കിയല്ല വായിക്കുന്നത്, കാണാതെ പറയാം. വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായി ഇങ്ങനെ പഠിച്ചുകൊണ്ട് അവർ സ്വന്തമായിട്ട് അത് കണ്ടാൽ അറിയാൻ പറ്റും. കാരണം വെച്ചാൽ ഒരെണ്ണവും ഒരു പുസ്തകം നോക്കില്ല. ദേവിയുടെ കഥ ദേവിയുടെ വരുന്നതും ഇരിക്കുന്നതും ദേവി പിന്നെ വളരുന്നതും ഇത് ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. ഇത് ഭദ്രകാളി. ഓക്കെ. കല്യാണം നടക്കുന്നതും അത് കഴിഞ്ഞിട്ട് തോറ്റു അത് ഇങ്ങനെയുള്ള പാട്ട് രൂപേണ. ഓക്കെ. ഗുരുസിയോടുകൂടിയാണ്. കുരുസി എന്ന് ഉദ്ദേശിക്കുന്ന കുരുതിയാണ് അല്ലേ? കുരുതി. ഓക്കെ. അതോടുകൂടി ഇത് അവസാനിക്കുന്നു. ഓക്കെ. അപ്പൊ താലപ്പൊലി പെൺകുട്ടികളുടെ ഇതിന് വേണ്ടിയിട്ട് പൊലിപ്പാട്ട്. ഓ, അതെപ്പോഴാണ് നടക്കുന്നത്? ഇത് കഴിഞ്ഞാൽ ഉടനെ പാടും. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണോ അത് വരുന്നത്? ഇത് കഴിഞ്ഞിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നടക്കാൻ പോവാണ്. ഇതിപ്പോൾ ഓക്കെ. ഇത് പന്തം വയ്ക്കും അല്ലേ? പന്തം വെച്ചിട്ട് ഇങ്ങനെ തുള്ളു അല്ലേ? ഓക്കെ. കളിയോടുകൂടി ചെണ്ടമേളത്തോടുകൂടി. അത് കഴിഞ്ഞിട്ടാണ് പെൺകുട്ടികളുടെ താലപ്പൊലി.
അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചടങ്ങ്. അപ്പോൾ ഭരണി നാൾ തുടങ്ങി 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം കുംഭഭരണി. അങ്ങനെ തെന്നൂർ കോവിൽ, പരപ്പൻകോട്. അപ്പോൾ ഇവിടെ എനിക്ക് ചുറ്റും കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ക്ഷേത്ര പരിസരം മുഴുവൻ അതിമനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ. അതായത് ഈ പ്രൊമൈസസ് കംപ്ലീറ്റ് മരങ്ങളിലും ഈ ക്ഷേത്ര മതിലിലും ഒക്കെ തന്നെ കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സൊക്കെ ഭയങ്കര രസമായിട്ട് മൾട്ടി കളർ ലൈറ്റ്സൊക്കെ ഇങ്ങനെ നിറച്ചിങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ തേർവിളക്കിൻ്റെ ഒരു സൗന്ദര്യമുണ്ട് കേട്ടോ. അതിങ്ങനെ വരിയായിട്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയും അത് ഭയങ്കര രസം തന്നെയാണ്. അപ്പോൾ ഇതൊരു ഗ്രാമക്കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഗ്രാമത്തിലെ എല്ലാ ഭക്തജനങ്ങളും അവിടെ വന്ന് പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്നുണ്ട്. ചടങ്ങുകൾ കാണാനും പങ്കെടുക്കാനും ഒക്കെ ആയിട്ടാണ് എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യുന്നത്. നമ്മളും അവരോടൊപ്പം തന്നെ വെയിറ്റ് ചെയ്യാണ്. ഇത് കൂടാണ്ട് താലപ്പൊലി ഏന്തിയ കുട്ടികളുമായിട്ട് അമ്മമാർ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് തേർവിളക്കിൻ്റെ നേർച്ച കഴിയുമ്പോൾ അടുത്തതെന്ന് പറയുന്നത് താലപ്പൊലിയുമായി കുഞ്ഞുങ്ങൾ പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ കന്യകമാരായ കുട്ടികളിങ്ങനെ അവരുടെ അമ്മമാരോടൊപ്പം, തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അമ്മമാരും കൂടി ചേർന്ന് അകമ്പടി സേവിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരും എല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. അവരും എല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഈ കാഴ്ചകളെല്ലാം കണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇനി അടുത്ത നെക്സ്റ്റ് അവരാണല്ലോ ചെയ്യേണ്ടത്. ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരും റെഡിയായി നിൽക്കുന്നു. ഇതെല്ലാം നല്ല കളർഫുൾ കാഴ്ചകളാണ്. ഒരു ഗ്രാമത്തിൻ്റെ വിശുദ്ധിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തേർവിളക്കിൻ്റെ മുന്നിലേക്ക് ക്ഷേത്രത്തിലെ പൂജാരി എത്തിക്കഴിഞ്ഞു. ഓരോ തേർവിളക്കിൻ്റെയും മുന്നിൽ വന്നിട്ട് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇതിന് ചുറ്റും 4 ഭാഗത്തും പിന്നെ നടുക്കായിട്ടും ഒക്കെ പന്തം കൊളുത്തുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എല്ലാ തേർവിളക്കിലും പന്തം കൊളുത്തി വെച്ച് കഴിഞ്ഞിട്ടാണ് വീണ്ടും തലയിൽ ഏന്തി ഇതിങ്ങനെ ഒരു നൃത്തച്ചുവടോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ തേർവിളക്കിലെല്ലാം തന്നെ പന്തവുമൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. തീ കത്തുന്ന കാണാമല്ലോ അല്ലേ. അപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ തലയിലേന്തി മുന്നോട്ട് നടക്കുകയാണ്. ചെറിയ നൃത്തച്ചുവടുകൾ, അതായത് ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ നൃത്തച്ചുവടുകളോടുകൂടിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതൊരു പ്രത്യേക താളത്തിലാണ് പോകുന്നത്. അതൊരു പ്രത്യേക ശീലമാണ്. അത് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണിത് തലയിൽ ഇങ്ങനെ തിടമ്പേന്തി പോകുന്ന പോലെ പോകുന്നത്. ഇത് ആനയ്ക്ക് സമാനമായിട്ട് ആനയുടെ എഴുന്നള്ളത്തില്ല, അതിന് പകരമാണ് തേർവിളക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ക്ഷേത്രത്തിന് ചുറ്റും ഒരു 3 പ്രാവശ്യമാണ് വലയം വെച്ച് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയുടെ ആ ഒരു സംഗീതവും നൃത്തവും നൃത്തച്ചുവടും ഒക്കെ ആയിട്ട് അതെ കണ്ടു നോക്കിക്കോളൂ. ഇങ്ങനെയാണ് ഈ പ്രൊസഷൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ 3 പ്രാവശ്യം ദേവീ ക്ഷേത്ര നടയുടെ ചുറ്റും ഇങ്ങനെ ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇതിങ്ങനെ പ്രൊസഷനായിട്ട് പോകുന്നത്. ഇതാണ് നേർച്ച. അപ്പോൾ എല്ലാവരും തന്നെ പ്രാർത്ഥനയോടുകൂടി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രാത്രി സമയം, പക്ഷേ നല്ലൊരു ഫെസ്റ്റീവ് മൂഡാണ് ഇവിടെ. കുറേ ആൾക്കാരെ പരിചയമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം പുതുക്കാനൊക്കെ ഉള്ളൊരു അവസരവും കൂടിയാണിത്. പലപ്പോഴും സിറ്റി ലൈഫിൻ്റെ യാന്ത്രികമായ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ എല്ലാവരും ബിസിയായി നടക്കുമ്പോൾ പല ബന്ധങ്ങളും ചിലപ്പോൾ നമുക്ക് ഊട്ടിയുറപ്പിക്കാനോ അല്ലെങ്കിൽ പരിചയം പുതുക്കാനോ ഒന്നും പറ്റാറില്ല. പക്ഷേ ഇത്തരം ആഘോഷവേളകളിൽ ഇങ്ങനെ ക്ഷേത്രാങ്കണങ്ങളിലും ഇതുപോലെ ഉത്സവ പറമ്പിലും ഒക്കെ വെച്ചിട്ടാണ് ഒരു പക്ഷേ കുറേ സൗഹൃദങ്ങൾ വീണ്ടും നമ്മൾ കാണുന്നു, പരിചയം പുതുക്കുന്നു, ക്ഷേമം അന്വേഷിക്കുന്നു. അപ്പോൾ അതൊരു വ്യത്യസ്തമായ അനുഭവമല്ലേ. അങ്ങനെ ആ ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്തും കാണാനുണ്ട്.
അങ്ങനെ ഇന്നത്തെ എല്ലാ ചടങ്ങും കഴിഞ്ഞ് ഇവിടുത്തെ ഉത്സവം ഇന്നത്തെ സമാപനം. ഇനി നമ്മൾ നടന്നു പോകുന്നു തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ തെന്നൂർ കോവിൽ പരിസരത്ത് നിന്ന് തിരിച്ച് വീട്ടിലെത്തിക്കുന്നു. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഉറക്കത്തിൻ്റെ പല പല സ്റ്റേജിലിരിക്കുന്നു. അമ്മയുണ്ട്, പൗട്ടിച്ചിട്ടുണ്ട്, പോയിച്ചിട്ടുണ്ട്, രവിയങ്കൾ, എവറിബഡി ഈസ് ഹിയർ. അപ്പോൾ ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങുന്നു, എന്നിട്ട് നാളെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഇത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു നാട്ടിൻ പ്രദേശത്ത് നമ്മൾ താമസിക്കുന്നത്. ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് പരപ്പങ്കോട് തെന്നൂർ കോവിൽ. ഇവിടുത്തെ ഉത്സവമാണ്. കുംഭം മീനമാസം എന്ന ഉത്സവങ്ങളുടെ കാലമാണ്, പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ ചടങ്ങിലൊക്കെ പങ്കെടുത്തത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള നേർച്ചയുണ്ടായിരുന്നുള്ള ഈ വഴിപാട് എല്ലാം കൂടി ചേർന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ ബോക്സ് ലവ് യു. ഇവിടെ എല്ലാവരും വന്നു തുടങ്ങി, വീണ്ടും എല്ലാവരും തിരിച്ചു വരികയാണ്. അമ്പലത്തിലാണ് നല്ലൊരു ക്രൗഡ് ഇനി വീണ്ടും വരും. ഓക്കെ.